പൊട്ടിച്ചേരുക കുറച്ച് ഉപ്പിട്ട് മതിയോ? അത് പൈസ മന്മാരിടം തരൂ തരൂ എന്തായാലും തരൂ കൊറേ ആയല്ലോ. തരൂ ഓരോ സുധി ഇതിന് സോഡ വാങ്ങിച്ചാൽ ഞാൻ വെള്ളം വാങ്ങിക്കാനല്ലേ പറഞ്ഞു. വെള്ളായാലും സോഡയല്ലേ നല്ലേ കുറച്ച് ആശ്വാസം കിട്ടൂലേ കേട്ടാ. ഞാൻ കുടിക്കാനല്ല ചോദിച്ചത്. രണ്ട് ഈ വൈപ്പറിൽ ഇതിലേക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം മേടിക്കാൻ പറഞ്ഞത്. പൈസ ഞാൻ കൊടുത്തിരുന്നാ മതി കേട്ടാ. ഏയ് ഈ സോഡയുടെ പൈസ ഞാൻ തരൂല, നീ എവന്റെ തന്നെ വാങ്ങിച്ചോളണേ. ഞാൻ പണിയില്ല. നീ പണിയില്ലെങ്കിൽ പണിക്ക് പോകണം. ചുമ്മാ പണിയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പണിക്കാരും വിളിച്ചാൽ പോവുകയും ചെയ്യും. ഇവിടെ ഓട്ടോ ഉണ്ട്, ഓട്ടോ വിളിച്ചിട്ട് വരാം. ആണോ ഒരു ഓട്ടോ പോവാം. എവിടെ പോയി? ആശുപത്രി മുക്ക് വരെ 2 കിലോമീറ്ററിൽ ഇടങ്ങ് നടന്നു പോടേ. എന്തിനാ ഓട്ടോ വിളിക്കണേ? പൈസ തരാന്ന്. പൈസ തരാന്ന് ഞാൻ ചോദിക്കണ പൈസ നീ തരുമോ? പിന്നെ അവിടെ വരെ പോകാനുള്ള പൈസ ഞാൻ തരും. നീ 500 രൂപ എങ്കിൽ ആശുപത്രിക്ക് ഞാൻ കൊണ്ടുപോകാം. ഒരു കാര്യം ഞാൻ ഓട്ടോയുടെ ഫുള്ള് പൈസ ഞാൻ തരാം. ഭർത്താവ് അടിക്കാതെ അപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ പോയി വിളിച്ചിട്ട് പോകും. അതെനിക്കറിയാം. ചങ്ങായി നടക്കണോ, ആരോഗ്യം ഉണ്ടാട്ടെ. 2 കിലോമീറ്റർ പോകാൻ ആട്ടോയിലേ പോകുള്ളൂ. കള്ളു കുടിക്കാനുള്ള പൈസ വേണേ മേടിച്ചോ. അടുത്ത വീട്ടിൽ ഇന്ന് പണിക്ക് പോയില്ലേ? ഇന്ന് പണിയില്ലല്ലോ. കണക്ക് പണിയില്ലല്ലോ. നിങ്ങൾക്ക് പണിയുണ്ടായിരുന്നു. എനിക്ക് സുഖല്ലടാ. ഞാൻ വിളിച്ചപ്പോ ഒരു മേല് കൈമാന 365 ദിവസം സൂക്കേടാണ് നിനക്ക് ഇല്ലേ? ഒരു ചെറുക്കപ്പോ ഓട്ടം വന്ന 2 കിലോമീറ്റർ പോയി ആട്ടമാണ്. ഞാൻ നടന്നു പോകാൻ പറഞ്ഞു. 10 കിലോമീറ്റർ എങ്കിലും വേണ്ട മിനിമം, എന്നാലേ നമുക്ക് വല്ലതും കിട്ടുള്ളൂ. എന്റെ ഒരു കാര്യം അത് ഒന്നാമത് ഫുള്ള് സ്പിരിറ്റ് ആണ്. ഇപ്പൊ കത്തിയനെ ഞാൻ അടുത്ത വീടിയല്ലേ ചോദിച്ചിനി ആരെങ്കിലും പൈസ കൊടുക്കണ്ട. നിങ്ങൾ ഗ്രൂപ്പോടെ പറ്റിക്ക് ഇറങ്ങിയിരിക്കണം. ഒരാള് സോഡ, ഒരാള് ബീഡി. കഷ്ടം. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേടേ. സുഖേട്ടാ, നിങ്ങളെ രാഘവയുടെ അന്വേഷണം നടപ്പുണ്ടായിരുന്നല്ലോ. എന്തിന്? എന്തോ അഡ്വാൻസ് മേടിച്ചിട്ട് എന്തോ പണിക്ക് പോയിരുന്നിട്ട്. തൊഴുത്തിന്റെ പണിക്കാത്ത എന്തിനാ പോവാത്ത? രാഘവേട്ടന്റെ അച്ഛന്റെ കൂട്ടുകാരനാ. ആ ബഹുമാനൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പരുടെ മകണ്ടല്ലോ സത്യൻ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ ഒപ്പം പഠിച്ചവൻ. അതുകൊണ്ട് അപ്പൊ ഇപ്പോഴല്ലേ ഗൾഫിൽ പോയിട്ട് പുത്തമണക്കാരനായത്. ആ അഹങ്കാരം എന്നോട് കാണിക്കാൻ പാടും. അപ്പൊ ഫോൺ വിളിച്ചിട്ട് സുഗത ആ തൊഴുത്ത് ഇങ്ങനെ കെട്ട്, തെങ്ങും തെങ്ങും ഇങ്ങനെ വെക്കും, അങ്ങോട്ട് കിണറിന്റെ മതിൽ ഇങ്ങനെ കെട്ടും. വളരെ വലിയ മുതലാളി നമ്മളോടാക്കിയാ വെക്കാൻ. എടേ അത് കാശ് മുടക്കണമെന്ന് അവന്റെ ഐഡിയ ഒക്കെ കാണും. അപ്പൊ ഒന്ന് പറഞ്ഞു തന്നിരിക്കുക. അതിനിപ്പോ എന്താണ്? അഭിമാനം വിട്ട് സുഖേട്ടന് വേറെ പരിപാടിയില്ല. അഡ്വാൻസ് വെച്ച് നക്കി. അപ്പൊ അഭിമാനമൊന്നുമില്ല അല്ലേ? 2 ദിവസം ഞാനിവര് ഷെയർ ഇട്ടത് അതല്ലേ. ഇതൊക്കെ തന്നെ നിങ്ങളെയൊക്കെ പരിപാടി. ഇന്ന് ഞാൻ ഇല്ല ഷെയർ. എനിക്ക് വേറൊരു ഓട്ടം വരും. ആ ഓട്ടം വരുമ്പോൾ ഞാൻ സാധനം എടുക്കാൻ ബീവറയിലാണ് പോണത്. പോയി കഴിയുമ്പോൾ അവരെനിക്ക് ചെറുത് തരും. ഞാൻ ഇന്ന് അത് അടിച്ചോളാം. നിങ്ങളെ കൂടെ ഒക്കെ ഷെയർ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ കവർ നക്കി ജീവിച്ചടാ. കാശുണ്ടോ? പിന്നെ എങ്ങോട്ട് പോണ്? ശരി. ചേട്ടാ, ഈ രാഘവൻ ചേട്ടാ വീഡിയോ എവിടെ? ആരുടെ? രാഘവൻ ചേട്ടൻ ഇവിടെ നേരെ പോണം. റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് സൈഡില് ഒരു നീല ഗേറ്റിന്റെ വീടുണ്ട്. നീല ഗേറ്റ് അവിടെ. എന്താ കാര്യം? അവിടെ കുറച്ച് പണിയുണ്ട്. ഈ തൊഴുത്തിന്റെ പണിയാണോ? അയ്യോ, രാഘവൻ ചേട്ടൻ മർഗയ ചത്തു. മോർണിംഗ് രാവിലെ ഞങ്ങൾ പോയിട്ട് ക്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജാവോ ജാവോ. രാഘവൻ ചേട്ടൻ മരുകയ പോലെ ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല. പോയിക്കോ. ജാവോ ഭാരത് മാർക്ക് ചെയ് ഗോയ. ഹിന്ദിക്കാരാണ്, നമ്മള് ഹിന്ദി പറയണം. എന്തോന്നല്ലേ എന്ത് ആവശ്യമില്ലാത്തൊക്കെ പറയണത്. നീ പണിക്ക് പോയും ചെയ്യല്, പണിക്ക് പറഞ്ഞ പണിക്ക് വിടുകയും ചെയ്യരുത് കേട്ടാ. എടാ, ഞാൻ അഡ്വാൻസ് മേടിച്ച പണിയാണത്. അത് വേറൊരാൾ ചെയ്യണ്ട. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം രാഘവേട്ടൻ. ഒന്ന് ചെയ്തു തരുമോ സുഗത, ഒന്ന് വാ സുഗത പറഞ്ഞു. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു സുഖം. അങ്ങനെ എന്റെ പണി വേറെ ആരും എടുക്കണ്ട. എന്തുകൊണ്ടാ എന്നെയും കൂട്ടുവന്നു. एड़ो चंगये कौन बोलते मेन नहीं मैयत नहीं मैयत राघवन मैयत नहीं ये कള്ള നായിയാണ് പറഞ്ഞു ഞാൻ ചത്തുന്നു. मैं अमर है इधर वेटिंग करता ഞാനിവിടെ കാത്തിരിക്കാനുള്ള നായിയെ. എന്ത് നായി രാഘവട്ടെ ഇതെന്നാ രാവിലെ തന്നെ ഹിന്ദി? ആ കവലിന്ന് ആരോ പറഞ്ഞു ഞാൻ മരിച്ചു. അതെന്ത് അതാരാ പറഞ്ഞേ? ഞാൻ ആ ഒരു ഹിന്ദിക്കാരനോട് പണിക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഓൻ ആ കവലയിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വഴി വെച്ചു. അന്നേരം അവര് പറഞ്ഞു രാഘവട്ടം ചത്തുപോയി. ഇങ്ങനെ കുത്തിത്തിരിപ്പാക്കാൻ കുറെ ഇറങ്ങുന്നുണ്ട്. നമ്മളെ നാടല്ലേ, നമ്മളെ ഈ ആല പൊളിച്ചിട്ടുണ്ട്. അതൊന്ന് വൃത്തി കെട്ടാൻ വേണ്ടിട്ട്
സുഗതനെ ഏൽപ്പിക്കും. നമ്മളെ ഒരു സുഹൃത്തിന്റെ മോനാണ് സുഗതൻ. പണ്ടേ ഓന്റെ അച്ഛനും ഞാനെല്ലാം ഒന്നിച്ച് പഠിച്ചാണ്. അപ്പൊ ഓ വന്ന് ഇതെല്ലാം നോക്കി പണിയെല്ലാം എടുക്കാം, വേഗം എടുത്ത് തീർത്ത് തരാമെല്ലാം പറഞ്ഞിട്ട് എന്നോട് അഡ്വാൻസും മേടിച്ചു. അതിനുശേഷം 2 ആഴ്ചയായി ഓൻ ഇങ്ങോട്ട് പോന്റെ പൊടി പോലും കാണും. അല്ല ഞാനിപ്പോ ഇതേപോലെ വീടിന്റെ ബാക്കില് പിന്നെ കാർഡ് കളിക്കാൻ വേണ്ടിട്ട് ആ ഉണ്ണീനെ തപ്പി ഇറങ്ങിയതാ. പൈസയും അഡ്വാൻസും കൊടുത്തിട്ട് 2 ദിവസമായി. അതെല്ലാം ഒരു കമ്പനിയാണ്. ആടെ ഇരുന്ന് വാടായി എടുക്കുന്നല്ലാണ്ട് ഒരു പണി എടുക്കൂല. എന്ത് ചെയ്യാനാ, ഞാനിപ്പോ നോക്കാൻ ഇറങ്ങിയതാ. ഞാൻ നോക്കിട്ട് വരുന്നു. വേറെ ചെയ്യാനിപ്പോ ഞാൻ മരിച്ചു, ഞാൻ അറിയാണ്ട് ഞാൻ മരിച്ചു. എന്താ വേണ്ടേ? ഞാൻ ചൊറിയും മാന്തിയാലും ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതും പറ്റൂലേ? സുഖതായിട്ടിനെ സുതിയല്ലേടാ പോയിനി കാണുന്നില്ല. ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഉണ്ണി അറിഞ്ഞില്ലേ? എന്തേ? അവര് ഇതെടുക്കാൻ പോയി. എന്താണ് പാസ്പോർട്ട്? ആയ് സുഖതായിട്ടിന് അത്ര നല്ല ബ്രാൻഡ് പണിക്കേണ്ട ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. ഏതാ ഉദ്ദേശം? അതല്ല, പുറത്ത് മറ്റേ ഫ്ലൈറ്റിൽ പോണ പാസ്പോർട്ട് ഇല്ലേ? ഫ്ലൈറ്റ് പോവാനാ സുഖതായിട്ടിനാ? അവരെന്താ ഇസ്രായേലിൽ പോകാൻ വേണ്ടി ഏജൻസി പോയേക്കാ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി. ഇസ്രായേലിൽ പോവാനാ? എന്തിനി? ഈ തൂമ്പാ പണിക്കൊക്കെ എന്തോ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ എന്തോ വാർത്ത എന്താ കണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ പോയേക്കാ അവര്. എന്നാ എനക്കും പോണം ഇസ്രായേലിന് ഹമാസിനൊക്കെ കാണാൻ. എനക്കും പോണം. ഹമാസാ? എനക്കും പോണല്ല. എന്നോട് പറയണ്ട അങ്ങനെ അവരങ്ങനെ. അത് മോശമില്ല പരിപാടി. നിങ്ങള് ചങ്ങായികളല്ലേ? ചങ്ങായി കൂടെ നിന്നിട്ട് പറ്റിക്കുന്നല്ലേ. നമ്മളും പോവും. വിളിച്ചോക്കട്ട്. നീയാ ഞാൻ മരിച്ചെന്ന് പറഞ്ഞേ? നീ? ഞാനല്ലതാ, ഇവ ഉണ്ണിയാ. ഞാൻ മരിച്ചെന്ന് നീ പറഞ്ഞേ? ഞാൻ മരിച്ചിട്ട് നിനക്കെന്താ കിട്ടല്? ഞാൻ മരിച്ചിട്ട് നിനക്കെന്താ കിട്ടണേ? കിട്ടൂല. ഞാൻ മരിച്ചെന്ന് പറഞ്ഞു. സുഖതായിട്ടാ പറഞ്ഞത്. എവിടെയാണ്? എപ്പായാലും മരിക്കൂല. ഞാൻ ചത്തു. എന്താ എന്താ ഞാൻ ചത്തിന് നിന്റെ എന്റെ സ്വത്ത് എനിക്ക് കിട്ടണം. വിവരം നേരത്തെ അറിയാലോ. എനക്ക് പോയിക്കോളായിരുന്നു എന്റെ മുമ്പ്. എന്താന്ന് ഒരു ഇടിയും മിന്നലും വന്ന പോലെയാ രാഘോട്ടം വന്നു പോയത്. എന്തിനാണോ അയാളെ ഇങ്ങനെ ചീത്ത വിളിച്ചത്? കയ്യിലിരിപ്പുണ്ട്. കയ്യിലിരിപ്പുണ്ട്. മോനെ ഒരു വീഡിയോ ഇട്ട് മോനെ. എന്റെ വായിരിക്കണ കേക്കണ്ടേ പൊക്കോ. ഇപ്പൊ എന്താ രാജ്യത്തിന്റെ പേര് പറഞ്ഞേ? ഇസ്രായേല്. ഇസ്രായേല്. അതായത് നിങ്ങൾ ടെല്ലവീവിൽ എത്താ. അവിടെ എത്തിയിട്ട് ഒരു ടാക്സി പിടിക്കുക. അവരോട് പറഞ്ഞാ മതി ആൽഫ്രഡ് നിക്കോളാസിന്റെ ഫാം ഹൗസ് എന്ന്. അതിനൊന്നും ഒരു മാറ്റൂല. 2 ലക്ഷം 2 ലക്ഷം തന്നെ കിട്ടും. ശരി എന്നല്ല, ഞാൻ വിളിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂട്ടോ. വീഡിയോ കോൾ ചെയ്താൽ മതി കേട്ടാ. ശരി ശരി. നമസ്കാരം ചേച്ചി. എന്താണ് ഇവിടുന്ന് അഡ്വാൻസ് മേടിച്ച് മുങ്ങിയതാ? അല്ല അത് പിന്നെ അന്ന് ഞാൻ അഡ്വാൻസ് മേടിച്ചിട്ട് പോണ വഴിക്ക് എന്റെ ഈ നടു ഒന്ന് വിലങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അത് മാറുക. ഒരാഴ്ച കഴിഞ്ഞിട്ടോ? പിന്നെ നമുക്ക് വേറെ 1-2 വീടിന്റെ പണികൾ വന്നപ്പോ അത് നോക്കാൻ വേണ്ടി പോണേലിടയ്ക്ക് പിന്നെ അത് അങ്ങനെ എന്തായാലേ അഡ്വാൻസ് മേടിക്കുക എന്നിട്ട് പണിയെടുക്കാതിരിക്കുക വലിയ സംഭവമാണ്. അല്ല അത് വരാം. അത് ഒരു ദിവസം. എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്ന്? ചേച്ചി ഞങ്ങള് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ ഇസ്രായേലിലേക്ക് പണിക്കാരെ വേണമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കണ്ട്. അപ്പൊ അതിൽ കണ്ട നമ്പറിൽ ഞാൻ മെസ്സേജ് ഇട്ട്. അപ്പൊ ശീതളൻ എന്ന് പറഞ്ഞ അണ്ണൻ പറഞ്ഞ് ഇവിടെ വന്ന് ചേച്ചിയെ കണ്ടാൽ മതി, എല്ലാ കാര്യങ്ങളും ചേച്ചി പറയുന്നു. അത് പിന്നെ ശീതളേട്ടൻ ഇസ്രായേലിൽ ഭയങ്കര തിരക്ക് പിടിച്ച പണിയിലല്ലേ, ഈ കാര്യങ്ങളൊക്കെ നോക്കണത് ഞാനാ. ശരി ശരി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്രായേലിൽ പോകണമെന്നുണ്ട്. അല്ല അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല. കുറച്ച് പൈസ ചെലവൊക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം, ചെലവുണ്ടാവും. പിന്നെ ചുമ്മാ പോകാക്കൂലല്ലോ. അത് മാത്രല്ല അവിടെ പണിക്കാർക്കാണ് പോകാൻ പറ്റണത്. അല്ല ഈ തൂമ്പ പണിക്കാരനാണ് അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാന് ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. പക്ഷെ എന്റെ അച്ഛൻ ഈ പണി അറിയാം. ആയിക്കോട്ടെ, അങ്ങനെ വെറുതെ പറഞ്ഞാലൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ എക്സ്പീരിയൻസ് കാണിക്കണം നമ്മള്. അല്ല അത് പിന്നെ അറിയാലോ, വേടത്തിന് അറിയാലോ. ഞാനല്ല ഈ നാട്ടിലെ എല്ലായിടത്തും ഈ തോട്ടപ്പണിയൊക്കെ എടുക്കണത്. എനിക്കെങ്ങനെ അറിയാം? ഇവിടുന്ന് അഡ്വാൻസ് മേടിച്ച് ഇവിടെ കിളക്കാന്ന് പറഞ്ഞു പോയ ആള് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇതിപ്പോ ഇസ്രായേലിൽ എന്താന്നറിയാമോ? 2 ലക്ഷം രൂപയാണ് ഒരു മാസം ശമ്പളം. ഈ തോട്ടപ്പണിക്ക്
അപ്പൊ ഈ 2 ലക്ഷം വെറുതെ ഒന്നും കിട്ടില്ല. അല്ല മാഡം, ഈ തോട്ടപ്പണിക്കാർക്ക് തന്നെയാണോ ഈ 2 ലക്ഷം റുപ്യ മാസം ശമ്പളം? അതെ, 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. അത് വെറുതെ കിട്ടൊന്നുമില്ല, നന്നായിട്ട് പണിയെടുത്താലേ തരുള്ളൂ. പക്ഷെ അവിടെ പണി കിട്ടണമെങ്കിലേ ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറയണം. അത് മാത്രല്ല, കയ്യിലെ തഴമ്പ് കാണിക്കണം. തഴമ്പ് ഉണ്ടല്ലോ. എവിടെയുണ്ട്? എവിടെയുണ്ട് പണി എടുക്കാത്ത? ഇതെന്താ? ഞാന് ഓട്ടോറിക്ഷ എന്റെ കയ്യിൽ തഴമ്പ് വരൂല. ഇതിപ്പോ നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണോണ്ടാ. വിദേശത്ത് പോകും പാസ്പോർട്ടല്ലേ വേണ്ടേ, തഴമ്പെന്തിനാ? അത് ഈ ജോലിക്കുള്ള എക്സ്പീരിയൻസ് പിന്നെ എങ്ങനെയാ കാണിക്കാ? ആരെങ്കിലും എഴുതി തരുമോ? ഇസ്രായേലിലെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ തഴമ്പാണ്. മാഡം ക്വാളിഫിക്കേഷനോ 7ാം ക്ലാസ്സിൽ പഠിച്ചു. വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, തഴമ്പ് കയ്യില് തഴമ്പ് വേണം. ചേച്ചി ഇതിപ്പോ എപ്പോഴാണ് പോണത്? ഇതിപ്പോ മാർച്ചിലെ ഒരു ഫസ്റ്റ് ബാച്ചിനെ വിടണ കാര്യം ശീതളേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി 1 മാസം സമയമുണ്ട്. ഈ 1 മാസം കൊണ്ട് ഞങ്ങൾ പുറത്ത് പണിയെടുത്തിട്ട് കയ്യില് തഴമ്പുണ്ടാക്കാം. ഇപ്പൊ പുറത്തു പോയി പണിയെടുത്താൽ എനിക്കത് കാണാൻ പറ്റില്ലല്ലോ. ഞാനും കൂടെ ശീതളേട്ടനോട് റെക്കമെൻഡ് ചെയ്യട്ടെ. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ പറമ്പിൽ തന്നെ കുറച്ച് പണിയുണ്ട്, അതങ്ങോട്ട് ചെയ്തോ. ഇവിടെ ചെയ്യാലോ. ഒട്ടും വൈകണ്ട, അങ്ങോട്ട് തുടങ്ങ. ഇസ്രായേലിൽ പോണ്ടേ? പോണം. കയ്യിൽ തഴമ്പ് വരണ്ടേ? തുടങ്ങാ. നമ്മളെ ഇതൊന്നും റൂമൊന്നുമില്ല നമ്മളെ. മൂമ്പൊക്കെ ഇവിടെ പുറയിൽ ഇരിക്കണ്ടല്ലോ. അവര് പോവാ. അപ്പൊ ഇതെല്ലാം ഒന്ന് വെച്ച് റെഡി ആക്കണം. ഇതൊക്കെ ആ ഇത് കൊറേ ഉണ്ടല്ലോ. ആ പുല്ല് വെട്ടണം, അതാണ് നമ്മളെ വിളിച്ചേക്കണം. അതല്ലടാ പുല്ല്, കണ്ടമാനുണ്ടല്ലോ എന്നാണ്. എന്താ നോക്കിക്കണേ? ഇത് മൊത്തം എത്ര ഏക്കർ ഉണ്ടാവും? ഇതൊരു 1.5 ഏക്കറൊക്കെ ഉണ്ട്. ഇത് ഈ ശീതള സാറ് ഇസ്രായേലിൽ ജോലി ചെയ്തിട്ട് പഠിച്ച? അതെ അതെ അതെ. അതെ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ ശീതളണ്ണന് ഇസ്രായേലില് ഇതാണോ പണി? അതായിരുന്നു. പിന്നെ നല്ലോണം പണിയെടുക്കുന്നതുകൊണ്ട് സൂപ്പർവൈസർ ആക്കി. അത് കഴിഞ്ഞിപ്പോ മാനേജറായി. അപ്പോ വെറും വെട്ടുകാരന് 2 ലക്ഷം രൂപ മാസം. അപ്പൊ സൂപ്പർവൈസർ ആയി കഴിയുമ്പോ 4 ലക്ഷം രൂപ ആയിരുന്നു. ഇപ്പൊ മാനേജർ ആകുമ്പോ ഒരു 6 ലക്ഷം രൂപ കാണുമല്ലോ. 8 ഉണ്ട്. എനിക്ക് ഫസ്റ്റ് തന്നെ സൂപ്പർവൈസർ ആവാൻ പറ്റും? അങ്ങനെ പറ്റില്ല. അതെ, ഇപ്പൊ ഇവിടെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ട് റെഡിയാക്കണം. എല്ലാം ഇടണം, പുല്ലൊക്കെ. പിന്നെ കുറച്ച് വിത്ത് ഇരിപ്പുണ്ട്, ചീര, വെണ്ട, അതൊക്കെ ഒന്ന് നടണം. അത് കഴിഞ്ഞാ പിന്നെ കിണർ തേവാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കുളം. അല്ല, ഈ ഇസ്രായേലിൽ കിണറും കുളമൊക്കെ ഉണ്ടാവും? അതൊക്കെ ചിലപ്പോ ഉണ്ട്. അതൊക്കെ ഇതിനെ ഇങ്ങോട്ട് ചോദിക്കണേ. അല്ല, ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ഇസ്രായേലിൽ പോണെങ്കിൽ മതി. പോണം. തുടങ്ങാം. എന്നാ വേഗം തുടങ്ങാം. ഫസ്റ്റ് തന്നെ സൂപ്പർവൈസർ പറ്റുമോ? ഇല്ലാതെ ഒന്നും പറ്റില്ല. ഞാൻ ഇവിടെ തുടങ്ങാം. നിങ്ങൾ അപ്പുറത്തോട്ട് പോ, ഞാൻ ഇവിടെ ഒരിടത്ത് ചെയ്യാൻ നിൽക്കില്ല. ഇനി നിങ്ങൾ അങ്ങോട്ടങ്ങനെ നടന്നു പോകാം. അവിടെ പോയിട്ട് അത് വെട്ടിക്കടാ. ഇത്ര സ്ഥലം ഇവിടെ കിടക്കല്ലേ, പിന്നെ എല്ലാരും കൂടി ഇവിടെ നിന്ന് ചെയ്യല്ലേ? നടക്കാനും വയ്യ. ഈ തെങ്ങിന്റെ ചോട് നീ പിടിക്കും. ഞാൻ ഇത്ര ഏരിയ ഞാൻ അവിടെ പോയി നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. നീ മനസ്സിൽ വിചാരിച്ച കാര്യം നീ തലകുത്തി എന്നാലും നടക്കൂല. തലകുത്തി എന്നാ ഞാനെന്നല്ല, ഈ ലോകത്ത് ആരും നടക്കാക്കൂല. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. അച്ഛ എന്തരാ ചെയ്ത്? എന്തരിങ്ങനെ നടന്ന് ഇത്രയും കടുംപിടുത്തം പിടിക്കണത്? എടാ, എനിക്ക് നീ മാത്രമല്ല മോനായിച്ച്, വേറെ 2 മക്കളുണ്ട്. എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം. അച്ഛ, അവർക്ക് വാരിക്കോരിക്കോട്. അവർക്ക് എത്ര കൊടുത്താലും അച്ഛന് ഒരു കുഴപ്പമില്ല, ഒരു പരാതിയില്ല. എനിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച ചെലവാക്കിയിട്ട് എപ്പോഴും അതിനെ കുറിച്ച് ഇങ്ങനെ പ്രാരാബ്ദം പറഞ്ഞാലും അവരൊക്കെ ഞാൻ ചെലവാക്കണമെങ്കിലേ അവരതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കണുണ്ട്. നിന്നെ പോലെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വരണില്ല. ഞാൻ എന്തൊരു ബുദ്ധിമുട്ടിച്ചെന്നാണ് അച്ഛൻ പറയണത്? തേങ്ങ എടുത്ത് എറിഞ്ഞ് കയറ്റി തരും ഞാൻ. ഒരു 50,000 രൂപയിലെ ഞാൻ ചോദിച്ചോളൂ. ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അച്ഛാ. പുറത്തു പോയി രക്ഷപ്പെടാനാ? പുറത്തെന്താ രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കണം ഇനി നിനക്ക്? അച്ഛാ, ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട്. എന്തരായില്? ഇസ്രായേൽ. അപ്പൊ അവിടെ പണിക്ക് പോയാ നല്ല ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ചെറുക്ക, അവിടെ റോക്കറ്റും ബോംബൊക്കെ വീണോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കയറി കൊടുത്തേക്ക് നിനക്ക് എന്തൊരു കിട്ടാനടാ? അച്ഛാ, ഒരുപാട് നാളൊന്നുമില്ല അച്ഛാ. അവിടെ ഇപ്പൊ ഒരു 10 മാസം പണി ചെയ്താലേ ഇവിടത്തെ ശമ്പളം അല്ല അച്ഛാ. അച്ഛാ, ഒരു മാസം വേണ്ട 2 ലക്ഷം രൂപയാണ് ശമ്പളം. ആർക്ക്? എനിക്ക്. നിനക്കാ? 10ാം ക്ലാസ് 10 പ്രാവശ്യം മുക്രിയിട്ട് എഴുതിയെടുത്ത നിനക്ക് 2 ലക്ഷം രൂപയെ കിട്ടും. 2 ലക്ഷം രൂപ തമാശല്ല, ഇവിടത്തെ പോലെ അല്ല. അവിടെ നല്ല പൈസയാണ് ശമ്പളം. എന്തൊരു ജോലി? ജോലി പിന്നെ തൂമ്പാ പണി. തൂമ്പാ പണി.
അതിനൊക്കെ ഇവിടെ ചെയ്താ പോരെ, ഇസ്രായേലിൽ പോണ എന്തിന്? അച്ഛാ ഇവിടെയൊക്കെ ചെയ്ത ആളുകളൊക്കെ അറിയോ അച്ഛാ? അയൽ രാജ്യത്ത് പോയി തീട്ടാൻ വേണമെങ്കിലും കോരാ, എന്നാലും നാട്ടിൽ ചെയ്യാൻ പറ്റൂലല്ലേ? കൊള്ളാം. എടിയേ നീ കേട്ടാ, നിന്റെ അമ്മ ഇസ്രായേലി തീട്ടാൻ കോരാൻ പോണെന്ന്. അച്ഛാ, അപ്പുറത്ത് ഇപ്പുറത്തെ ആളുകൾ കേക്കും അച്ഛാ, പതുക്കെ പറ. ഈ ആളുകൾ കേക്കും. എടാ സ്വന്തം വീടിന്റെ മിറ്റം കിടക്കണണ്ട, ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റാത്ത നീയാണ് ഇസ്രായേലി പോയെങ്കിൽ ഇത് വൃത്തിയാക്കിയ 2 ലക്ഷം രൂപ അച്ഛൻ തരുമോ? തരും. എടാ എനിക്ക് നീ മാത്രമല്ല വേറെ മക്കളുണ്ട്, അവരെ കാര്യം കൂടെ നോക്കണം. എനിക്ക് ചോദിക്കാൻ വേറെ അച്ഛനല്ല, ഈ ഒരു അച്ഛനേ ഉള്ളൂ. നീ ഇരുന്നോ, എന്തൊരു വിചാരിച്ചാലും ശരി, എന്നെ നിന്റെ മനസ്സിൽ വിചാരിച്ചത് നടക്കാൻ പോണില്ലേ? 10 പൈസ ഞാൻ തരുമെന്ന് നീ ജമ്മത്ത് വിചാരിക്കണ്ടടാ കേട്ടാ.